എത്രമാത്രം വലിയ നുണ! ആരെ പേരിലാണ് ഈ പറയുന്നത്? ഒന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലേ? മറ്റേതോ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മറ്റേതോ യുദ്ധത്തിൽ പരിശുദ്ധ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാനായ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. 4 ഇക്കണങ്ങളെ എന്താണ് ഈ നുണ പറയാനുള്ള കാരണം? അപ്പൊ അതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇതൊക്കെ ചിന്തിച്ചിട്ട് മെല്ലെ 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 നമ്മൾ അവനാന്റെ ഈമാൻ അവനാൻ നോക്കണ്ടേ? ഒരു സംഘടനക്കാരും നമ്മളെ ഈമാൻ നോക്കണ്ടാവൂല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ കളവാരോപിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു സംഘടനക്കാരനും വരികയില്ല. ശൈഖുലിങ്ങള് നമ്മളെ കബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. അവിടെ നമുക്ക് രക്ഷകരായി ഒരു സംഘടനയും നമ്മുടെ കൂട്ടത്തിലുണ്ടാവുകയില്ല. അവിടെ നമുക്ക് നമ്മുടെ അള്ളാഹുവിന്റെ ഔലിയാക്കളും അതുപോലെ തന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിരിക്കും നമുക്കവിടെ രക്ഷക്കുണ്ടാവുക. നല്ലോണം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അത് കൃത്യമായി മനസ്സിലുറപ്പിക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ദീനിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒരു സംഘടനക്കാരനും അങ്ങോട്ട് വരികയില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളി. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. മൈക്ക് വന്നോട്ടെ, സ്റ്റേ കൊടുക്കാനും വണ്ടിയാണോ? അല്ലേ? സ്റ്റേ കൊടുക്കാൻ വണ്ടിയാണോ? എന്താ ചോദിക്കണത്? അപ്പൊ നമ്മക്ക് ഇതിന്ന് ആലോചിച്ചാൽ മതി. പടച്ചോനെ, നമ്മളിതൊക്കെ തകർത്തെറിഞ്ഞിട്ട് നമ്മളെ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുത്തി ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊന്ന് ആലോചിച്ച് നോക്കൂടെ? ഒന്ന് ചിന്തിച്ചൂടെ? ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ വാദപ്രതിവാദം നടത്തിയ ഓരോ കാര്യങ്ങളും തലക്കെന്ന് ഇങ്ങനെ ആലോചിച്ചോക്കാം. നിങ്ങൾ അത് പറഞ്ഞു മൗലികത്ത് മുന്നേ പറഞ്ഞിട്ടില്ല, അങ്ങനെ ബ്രഹ്മോസ്താദ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ക്ലിപ്പിട്ടു. അപ്പൊ അങ്ങനെ ബ്രഹ്മോസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞിട്ടുണ്ടാവും. എന്ത് കഷ്ടം! നായൻ തന്നെ അങ്ങനെ ബ്രഹ്മോസ്താദ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ മുന്നിട്ട് നായൻ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ മുറിഞ്ഞും പിന്നെ ഒരു മുറിഞ്ഞിട്ടില്ല എന്ന് വാദിക്കുക. അത് വ്യാജാണ്, പിന്നെ ക്ലിപ്പ് ഒറിജിനൽ അല്ലാന്നൊക്കെ വാദിക്കുന്ന നമ്മൾ കരുതുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അത് തെറ്റാണ്, അത് നുണയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. പക്ഷെ പിന്നെ കണ്ടത് മുറിഞ്ഞു ഇതിന്റെ തെളിവുകളുമായിട്ട് ചില ഇബാറത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പള്ളിക്കുന്നൊക്കെ ആൾക്കാർ മണ്ണാർക്കാട് നമ്മളെ സമ്മേളനത്തിലേക്ക് ഇറച്ചി കയറിക്കൊണ്ട് ഞാനൊന്ന് എണീറ്റെന്ന് പറയേണ്ടി വന്നു. ബഹുമാനപ്പെട്ടവരൊക്കെ മുജാഹിദ് സുഹൃത്തുക്കളല്ല ചോദിക്കുന്നത്. ഇത് സുന്നി വിഭാഗമാണെന്ന് അവകാശപ്പെടുന്ന കാന്തപുരത്തിന്റെ അനുയായികളാണ് ചോദിക്കുന്നത്. കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പറയേണ്ടി വന്നു. കാരണം ഓല് മുറിഞ്ഞതിന് തെളിവുണ്ടാക്കണതേ അതാ രസം. ഇവര് വാദം എന്നിട്ട് അതിന് തെളിവുകൾ ഉണ്ടാക്കുക, എന്നിട്ട് തെളിവുകൾ മുറിക്കുക. ഓൽക്കിപ്പോ മൊയ്ജിദത്ത് മുറിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളപ്പോ കിതാബിന്റെ ഇബാറത്തുകൾ മുറിക്കാനെങ്കിൽ വേദാറുണ്ടാവോ? അതിനവിടെ വരെ മുറിക്കുക. എന്നാ പിന്നെ മുറിഞ്ഞ് തെളിവാകുമല്ലോ. ഇബാറത്തുകളാണ് പൊളിച്ച് മുറിച്ചുകൊണ്ടിരാണ്. മുഴുവൻ വിശദീകരിക്കുക. അപ്പൊ അതിന്റെ ബാക്കി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവിടെ ബാക്കി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ കുട്ടികൾ അപ്പോഴാണ് പറഞ്ഞത്, പഠിച്ചവനെ നമ്മളെ വലിയ ഉസ്താദ് മൊയ്ജിദത്ത് മുറിച്ചു, ആ തെളിവ് തന്ന ഉസ്താദ് നമ്മളെ ഇബാറത്തും മുറിച്ചു എന്നപ്പോഴാ കുട്ടികൾക്ക് മനസ്സിലായത്. അങ്ങനെ കുട്ടികൾ വേഗം കുടിക്കട പോയി. പക്ഷെ നമ്മൾ കണ്ടതല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ചു നോക്കാൻ നിങ്ങൾ. സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രവാദവും കയറി സുന്നി തീവ്രവാദികളായി അറിയപ്പെടാനും അങ്ങനെ ജീവിക്കാനും അങ്ങനെ മരിക്കാനും ആഗ്രഹിച്ചിട്ട് SSF കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു അവസ്ഥ എന്നാലോചിച്ചാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗജിദത്തും
അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തൊക്കെ ഒരു മരണത്തോടുകൂടി മുറിഞ്ഞു എന്ന് പറഞ്ഞ് തവസ്സുലിനും ഇസ്തിഗാസക്കും ഒരു അടിസ്ഥാനവും ഇല്ല എന്ന ഇവിടുത്തെ വിധേയികളുടെ വാദത്തിന് വിശദീകരണങ്ങളുമായിട്ടല്ലേ ഇന്ന് നടക്കുന്നത്. ഇപ്പോ പ്രവാചകർക്ക് ഒരു പ്രത്യേകതയുമില്ല എന്ന വാദക്കാരായ മുജാഹിദിന്റെ ചിന്താഗതിക്കും വിശ്വാസത്തിനും അവരുടെ ദൈവത്തിനും ദലീലുകളായിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കേരളം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. കുറെ ആളുകൾക്ക് പലതും ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയാണെങ്കിൽ സമയം 1:45 ചെയ്തിട്ടുണ്ട്. 2 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതേമാതിരിയൊന്നല്ല, പ്രായമൊക്കെ കൂടിയതല്ലേ, അതുകൊണ്ട് ക്ഷീണമൊക്കെ കൂടും. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും പഴയ പോലെ ക്ലാസ് വയ്ക്കാനൊന്നും സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വല്ല ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഐക്കിൽ വരാം. നാളത്തെ നമ്മുടെ പ്രത്യേകമായ പരിപാടി മുജാഹിദീസത്തിന്റെ പുതിയ പിളർപ്പ് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ ചർച്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടോ എന്ന് അന്വേഷണം നമ്മൾ നടത്തേണ്ടി വരും. അവർക്ക് ഒരു സംഭവം തന്നെ പിന്നെ ഉണ്ടാവുകയില്ല. അവർ നാളിതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അവർ നാളെ പരസ്യമായ ഒരു മാപ്പ് പറയുന്ന ഒരു രംഗമാണ് നമ്മുടെ ക്ലാസ് റൂമിൽ വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകൾ ഒരു ഒറ്റ കാര്യം മാത്രം, അതിലൊരു സാമ്പിൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിഞ്ഞാണം എഴുത്തിൽ പോലും നമ്മളെക്കാൾ വലിയ തെളിവുകൾ വിചരിക്കുകയാണ് നാളെ അവർ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിർത്തിക്കൊണ്ട്, കുഞ്ഞാണെങ്കിൽ കുടിച്ചാൽ പോരാ, അതുകൊണ്ട് കുളിക്കും കൂടി വേണം എന്നുവരെ പറയുന്ന ഒരു പ്രത്യേകപരമായ പിന്നെ വിശദീകരണങ്ങളൊക്കെ അവരെ ഭാഗത്തുനിന്ന് നാളെ ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. പിഞ്ഞാണെങ്കിൽ കുടിക്കാറ് നമ്മൾ പിഞ്ഞാണെങ്കിൽ കുളിച്ചണമെന്ന് അവർ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ദിവസം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് ജാഫർ വില്ലൻ സാഹിബിനെ നമ്മുടെ ക്ലാസ് വൈദ്യുതിയെ ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നീസത്തിന്റെ സൗണ്ട് കുറെ കാലമായി കേട്ടിട്ട് ഇനി നാളെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ഇതിപ്പോ എന്തിനാ എന്നും ഇങ്ങനെ പറയണെന്നാ, അങ്ങനെ പറയണ സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ മുറുകയാണ് നമുക്ക്. വിശ്വാസം ഇങ്ങനെ മുറുകയാണ് അല്ലെ അമീർ സാഹിബേ? ഞാൻ എന്നും ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ് ഈ സംസാരം കേൾക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ മൊയ്സത്തുകളെ കുറിച്ചും ഔലിയാകളുടെ കറാമത്തുകളെ കുറിച്ചും അത് ഉറപ്പിച്ച് പറയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ദാറുൽ ഹിന്ദുമായി ബന്ധപ്പെട്ടൊരു വിഷയം, ദാറുൽ ഹിന്ദ് ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾ അത് നുണയാണെന്ന് അടിച്ചോണ്ടിട്ടോ. ഇവിടെ ഒരു ചർച്ച വരുന്ന സമയത്ത് സുന്നീസായിരുന്നു മൈക്കിലുണ്ടായിരുന്നു. ദാറുൽ ഹിന്ദ് സുന്നീസം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നേലുണ്ടാകൂല. ആ സമയത്ത് ദാറുൽ ഹിന്ദ് മൈക്കെടുത്തിട്ട് പറഞ്ഞു, അന്ന് ദാറുൽ ഹിന്ദിന് എന്താ തോന്നിയെന്നറിയില്ല, ഞാൻ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ചോദിക്കുന്ന ഒരു ഇബാറത്താണത്, ഏത് കിതാബിലുള്ളത്, ആ കിതാബിന്റെ പേരും നമ്പറും വേണം എന്ന് പറഞ്ഞു. ഇല്ല ദാറുൽ ഹിന്ദ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എനിക്ക് ആ കിതാബിന്റെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാവൂല എന്ന് പറഞ്ഞ ആ കിതാബിന്റെ പേരും നമ്പറും വേണമെന്നാണ്. പിന്നെ ഒരുപാട് ദിവസം സുന്നിസത്തിനായ ഇബാറത്തൊക്കെ കൊടുത്തു. ഇയാൾ ചോദിക്കണില്ല, ദാറുൽ ഹിന്ദ് ഈ വിഷയം ചോദിക്കൂല. ദാറുൽ ഹിന്ദ് മൈക്കെടുത്താണ് പിന്നെ ചോദിക്കണം. ദാറുൽ ഹിന്ദ് എനിക്ക് PM ചെയ്യും, അല്ല നിങ്ങൾ ആ ഇബാറത്ത് അവ നിങ്ങൾ മൈക്കെടുത്ത് ചോദിക്കേ, അങ്ങനത്തെ ഒരു ഇബാറത്ത് ഞാൻ ചോദിച്ചിരുന്നു, അങ്ങനത്തെ ഒരു ഇബാറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ സുന്നീസ് മറുപടി പറയുന്നു. അങ്ങനെ കുറെ ദിവസം ചോദിക്കാതെ ഇരുന്നപ്പോ വീണ്ടും നമ്മളിത് പറഞ്ഞു. അപ്പൊ അന്നൊന്നും ദാറുൽ ഹിന്ദിന് ഈ വിഷയങ്ങളൊന്നുമില്ല. അന്ന് റസൂലുള്ളാഹിക്ക് ഒരിക്കൽ ലാ യദ്ഹറു ലഹു ളില്ലുൻ അസ്ലൻ, ആ ഇബാറത്ത് ഇബ്നു ഹജറിന്റെ ഇബാറത്ത് കിട്ടിയാൽ മതി, അതാണ് ഞാൻ തേടിയത്, ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ ഉരുണ്ട് മറിഞ്ഞോട്ടെ, പ്രശ്നമല്ല. പക്ഷെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളത് നിങ്ങളെ പിടിക്കും ആ വിഷയം വെച്ചിട്ട്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വളരെ വിഷമത്തോടു കൂടി നിങ്ങൾ ചോദിച്ചൊരു ഇബാറത്ത് കൃത്യമായി നിങ്ങൾക്ക് തന്നിരുന്നു അന്ന്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഉരുണ്ട് മാറി, ആയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ദാറുൽ ഹിന്ദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഹുസൈൻ സലഫിനെയും ഇയാളിങ്ങനെ ഒരേ രൂപത്തിൽ എനിക്ക് ഓർമ്മ വരും. എന്താണോ? അതായത് ഹുസൈൻ സലഫിന്റെ ഒരു പ്രസംഗത്തിലുണ്ട്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ആദ്യത്തെ 10 പറയണം,
പിന്നെ റബ്ബിഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലേ, അങ്ങനല്ലേ? അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ പത്തിൽ എന്താണ്? റബ്ബിഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മഗ്ഫിറത്തിന്റെ പത്ത്. പിന്നെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പോ ഹുസൈൻ സലഫി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ പത്തില് റഹ്മത്താണ്, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ റഹ്മത്തിനെ ചോദിക്കണം എന്ന് എവിടെയുള്ളത്? ഇങ്ങനെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 പറഞ്ഞു. എന്നാൽ എവിടെയാണ് ആ റഹ്മത്തിനെ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു? നല്ല പ്രാർത്ഥനയാണ്, ചോദിക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? അതേ രൂപത്തിലാണ് ദാർലിന്ദിന്റെ ഒരു പണി. ഞാൻ പറഞ്ഞുതരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേലുണ്ടാകൂല എന്ന് പറഞ്ഞു, ലില്ലുണ്ടാവൂല എന്ന് പറഞ്ഞു. ഇനി ആ ലില്ല് നോക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? കണ്ടെങ്കിൽ ഇതിൽ തമ്മിലൊരു ഇതില്ലേ? അതായത് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റമളാന്റെ ആദ്യത്തെ 10 റഹ്മത്താണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ 10 മഗ്ഫിറത്താണെന്ന് പറഞ്ഞു, മൂന്നാമത്തെ 10 ഇത്ഖും മിനൻ നാർ എന്ന് പറഞ്ഞു. ഇതെവിടെയുള്ളത് ചോദിച്ചില്ലേ? അതേ രൂപത്തിൽ റസൂലുള്ളാഹിക്ക് നേലുണ്ടാകൂല എന്ന് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് നേലുണ്ടാകൂല എന്ന് പറഞ്ഞു. ഇനി നേല് നമ്മൾ നോക്കണം എന്ന് വേറെ കിതാബിലെ ഇബാറത്തായിട്ട് ഇങ്ങനെ കാണണം. അതായത് ആരൊക്കെ പറഞ്ഞു? നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ നോക്കി, അത് ആർലിന്ത് പറഞ്ഞു നമ്മൾ വിശ്വസിക്കാൻ നമുക്കത് പറ്റൂല. മറ്റൊന്ന് പറഞ്ഞു നബി നേലുണ്ടോ ലില്ലുണ്ടോ അത് റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് മമ്പീതി പ്രസംഗിച്ചു, അതും എനിക്ക് തെളിവല്ല. അല്ല ദാർലിന്റെ ഏത് നേലുണ്ടോ അത് റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് മമ്പീതി പരസ്യമായിട്ട് പ്രസംഗിച്ചു. ഇന്നും ആ ക്ലിപ്പിട്ടീനു ആൾക്കാർ അല്ലെ? നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ല ആ പ്രസംഗം? നേലുണ്ടോ അത് റസൂലുള്ളാഹി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മമ്പീതി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? മമ്പീതി പ്രസംഗിക്കുന്ന ഞാൻ ഡി സി ആയോ? ഡി സി ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കുന്ന ആ ഭാഗങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ പ്രസംഗിക്കുന്ന ഭാഗം ആരും കേട്ടിരുന്നോ? അതിൽ നേലുണ്ടോ അത് പ്രവാചകന്റേതായി അംഗീകരിക്കാൻ റസൂലുള്ളാഹിന്റേതായി അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഉണ്ടാ കേട്ടിട്ടുണ്ട്. അപ്പൊ മമ്പീദിന് ഇയാൾ അംഗീകരിക്കൂല. അങ്ങനെ നെല്ലിക്കുത്ത് ഉസ്താദിനെയും ഈ മമ്പീദി ഒന്നും പറഞ്ഞാൽ അതൊന്നും ഞമ്മക്ക് തെളിവല്ല. അതേ കാര്യം ദാറുൽ പറയാണ്ടാകുക. പൊന്നാര ദാറുൽ ഹിന്ദ് നിങ്ങളെ പേരെന്താന്ന് അറിയില്ല. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിലൊക്കെ അന്ന്, കാരണം നിങ്ങൾ ആ ഒരു ഇബാറത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഇബാറത്ത് എവിടുന്നാണ് കിതാബുകളിൽ നിന്ന് ഉസ്താദുമാണെന്ന് ചോദിച്ച് സംഘടിപ്പിച്ച് തരുന്ന സമയത്ത് പിന്നെ മൈക്കിൽ വന്ന് ആ ഇബാറത്ത് ചോദിക്കാതെ നിങ്ങൾ ഉരുണ്ടു മറിഞ്ഞ് കളിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല. ഇനി നിങ്ങളെ നിഷേധിച്ചാൽ നമ്മളിപ്പോ നിങ്ങളന്ന് ഉരുണ്ട് മറിഞ്ഞു വെച്ച് കണ്ടുള്ള ക്ലിപ്പൊന്നും വെക്കാനൊന്നും നമ്മളില്ലട്ടെ. പക്ഷേ നിങ്ങൾക്കത് നിങ്ങളെ മനസ്സിലുണ്ടാവും. അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ചോദിച്ചിരുന്നു, ഞങ്ങൾ ഇബാറത്ത് കൊടുത്തിരുന്നു. എന്നിട്ടും ആ വിഷയം പിന്നെ ഉരുണ്ടു മറിഞ്ഞ് ഇനി എന്താ ഇയാൾക്ക് വേണ്ട ഇബാറത്തെന്നോ? അങ്ങനെ നേലും നോക്കണം, നോക്കിയിട്ടേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഇബാറത്താണ് ഇയാൾക്ക് വേണ്ടത്. റസൂലുള്ളാഹിക്ക് നേലില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയുള്ള ഒരു വസ്തു റസൂലുള്ളാഹിന്റേത് അല്ല. ഇപ്പൊ ഒരു വസ്തു ഒരു കേശം കിട്ടി, ഒരു കേശം കിട്ടിയപ്പോ നയലുണ്ട്. അങ്ങനെ നയലുള്ള ഒരു വസ്തു എന്റെ പ്രവാചകനിലേക്ക് ചേർത്തി പറയാൻ പറ്റില്ല എന്ന ഇബാറത്ത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുമ്പോ പിന്നെ അതിങ്ങനെ നോക്കിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വിധി എഴുതാൻ പാടുണ്ടോ എന്നുള്ള ഇബാറത്താണ് തെരഞ്ഞു നടക്കുന്നത്. അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. കാരണം കുരുട്ടു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കുരുട്ടു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഒരു വസ്തുവിന് നേലില്ല, ആ കേശത്തിന് നേലില്ല, അത് ഹബീബിന്റെ പ്രത്യേകതയാണ്, അത് ഹബീബിലേക്ക് ചേർത്ത് പറയാന്നൊക്കെ പറഞ്ഞ് ഈ വാർത്തകൾ ഉണ്ടാകുന്ന സമയത്ത് നേലുണ്ടാവില്ല എന്ന് പറയുമ്പോ പിന്നെ ഞാൻ അത് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കേശം നമുക്ക് സംശയാസ്പദമായ നിലയിൽ ഒരാൾ കൊണ്ടുവന്ന സമയത്ത് ഈ നമ്മളത് നോക്കാൻ പാടുണ്ടോ ഇല്ലേ? കണ്ടങ്ങള് നിങ്ങൾ ആ ഒരു കുരുട്ടു ബുദ്ധി നോക്കണം. നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ നോക്കി ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു, ജാലിയൻവാലടക്കം നോക്കുന്നു. അങ്ങനത്തെ ഒരു പരീക്ഷണം മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിവല്ല എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ദാർലിന്ത് തിരുത്തുന്നത് നല്ലതാണ്, മാറ്റുന്നത് നല്ലതാണ്. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ചോദിച്ചോളൂ. സുന്നിസ അതിന് മറുപടി പറയും. സുന്നിസം പോകരുത് കേട്ടോ. ദാർലിന്ദിന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറയണം.
ഞാൻ ഈ മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു സംഭവം, നമ്മുടെ ക്ലാസ് റൂമിൽ പരസ്യമായി ഉണ്ടായ ഒരു സംഭവം ഞാനത് പറഞ്ഞു എന്നുള്ളൂ. ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, പ്രതികരണം കാണുന്നില്ലല്ലോ ഇപ്പൊ. ജാഫർ ഭായി, ഞാൻ ഈ വാശിക്കും തർക്കത്തിനൊന്നും ഞാനില്ല. ഞാൻ അന്ന് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഞാൻ അന്ന് ചോദിച്ചത്, പക്ഷെ നിങ്ങളോട് ചെറിയൊരു തിരുമുറി നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് നിലവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ കാര്യമെന്നായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു കുറെ ആളുകൾ പരിശോധിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ആ നോക്കൽ കൊണ്ടൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കിയിട്ട് നിലവിൽ കാണാത്ത സംഭവം ഉണ്ട്. നിങ്ങൾ തന്നെ എത്രയോ തെളിവ് നമ്മൾ രണ്ടു കൂട്ടർ പറഞ്ഞത് നിങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് ക്ലിപ്പുകൾ കേൾപ്പിക്കുന്നുണ്ടല്ലോ. ഇന്നാള് നോക്കി എന്നിട്ട് കണ്ടിട്ടില്ല. അതൊക്കെ ഖുസൂസിയത്ത്. ഞാൻ അന്ന് ചോദിച്ചെന്താ, നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇബാറത്ത് ചോദിച്ചു. നിങ്ങൾ റസൂലുള്ളാഹിക്ക് നിലയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇബാറത്ത് തന്നു. എന്താണ് തന്നത്? ഇബ്നു ഹജറിന്റെ ഒരു ഇബാറത്ത് വായിച്ചു. സൂര്യപ്രകാശത്തിനും ചന്ദ്രപ്രകാശത്തിനും നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലയുണ്ടായിരുന്നു, അസൽ തീരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഇബാറത്ത് വായിച്ചു. ഞാൻ പറഞ്ഞു അത് ഖുസൂസിയത്താണ്. എങ്ങനെയുള്ള ഖുസൂസിയത്ത്? റസൂലുള്ളാഹി അങ്ങനെ അത് അത്ര വിശ്വസിക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനപ്പുറം ഇതൊരു അഖീദയായി എടുക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് ചോദിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ തിരുദേശത്തിന് അത് ഖിയാസാക്കിലാണ് ഇങ്ങോട്ട് ചെയ്തത്. ഓക്കെ, ഖിയാസ് വീണ്ടും പറ്റൂല എന്നൊരു വേറെ തെളിവുണ്ട്. ഏതായാലും അങ്ങനെ നിങ്ങൾ നിഴലുമായിട്ട് ഈ തിരുവേശമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിഴൽ നോക്കിയപ്പോ കണ്ടില്ല. നല്ല സന്തോഷം. ഓക്കെ, അത് ഏറ്റവും നമുക്ക് റസൂലുള്ളാഹിന്റെ നിന്ന് ഉറപ്പിച്ച് ഏറ്റവും വിശ്വാസമായി സ്വീകരിക്കാം. ഇനി നിഴൽ കണ്ടാൽ അത് റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വ്യക്തമായ തെളിവ് വേണം. അഖീദുമായി ബന്ധപ്പെടുമ്പോൾ വ്യക്തമായ തെളിവ് വേണം. അതിനാണ് ഞാൻ നിങ്ങളോട് അന്നും തെളിവ് ചോദിക്കുന്നത്, ഇന്നും തെളിവ് ചോദിക്കുന്നത്. നിങ്ങൾ ആ തെളിവ് തരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ച് നോക്കുമ്പോ അത് കാണാത്തതും അതൊക്കെ ഖുസൂസിയത്തായി നമ്മൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ കണ്ടാൽ അത് റസൂലുള്ളാഹിന്റേത് അല്ല എന്ന് പറയണമെങ്കിൽ അഖീദയിൽ വ്യക്തമായി ഇത് അഖീദയാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു ഖുസൂസിയത്ത് എന്ന രൂപത്തിലല്ല നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാർലിന്ദ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സുന്നിസം ഡീസൈറ്റ് ഉണ്ട്. സുന്നിസപ്പ തിരിച്ചു വരും. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖാൻ സാഹിബ് അടിയിൽ വരുന്ന ഉസ്താദിന്റെ ഉപ്പ ഇന്ന് രാത്രി മരണപ്പെട്ടു. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അപ്പൊ എല്ലാവരും പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് മൈക്കിൽ വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യണം. അതിലൊക്കെ നമുക്ക് ദുആ നടത്തണം. പേര് കൃത്യമായി അറിഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് പേര് അല്പസമയത്തിനകം അറിയിക്കും. അപ്പൊ ഇതിലറിയിച്ചാണ്. അപ്പൊ അൽവാഫിസ് ഇൻഷാ അല്ലാഹ് ടെക്സ്റ്റിലൂടെ ഒക്കെ അത് അറിയിക്കും എന്നറിയിച്ചു. അപ്പൊ എല്ലാവരും റേഡിയോ വഴി കേൾക്കുന്നവരൊക്കെ നമുക്ക് ഹദ്ദാദ് റാത്തീബിനൊക്കെ നേതൃത്വം നൽകുന്ന ഖാൻ സാഹിബ് ആത്മാർത്ഥമായിട്ട് ആത്മീയമായ ഒരു മജ്ലിസ് ദുആ നടത്തുന്ന വ്യക്തിയും കൂടിയാണ് ഖാൻ സാഹിബ് ഉസ്താദ്. അപ്പോ പ്രത്യേകം ദുആ ചെയ്യണം. അൽവാഫിസ്താദിന്റെ ടെക്സ്റ്റ് പേര് കിട്ടിയിട്ട് ഇവിടെ അറിയിക്കും. അപ്പൊ എല്ലാവരും അത് എല്ലാം അറിയുന്നവരും പേര് കിട്ടിയതിനു ശേഷം നമ്മുടെ സെന്ററുകളിലൊക്കെ സംസ്കാരങ്ങളിൽ പ്രത്യേകം സംസ്കാരത്തിന് ഉൾപ്പെടുത്തണം എന്നും കൂടിയും ഞാൻ ഓർമ്മിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് സുന്നി ഓൺലൈനിൽ വന്നിട്ടുണ്ട്.
അത് സുന്നിസം മൈക്കെടുത്തതിന് ശേഷം ദാറുൽ ഹിന്ദ് മൈക്കിൽ വരിക. ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഏതായാലും ദാറുൽ ഹിന്ദ് സുന്നിസം DCI തിരിച്ച് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അമീർ സാഹിബ് സുന്നിസൻ DCIയിലെ സുന്നിസൻ DCIയിലെ സുന്നിസൻ DCI ദാറുൽ നിങ്ങള് സുന്നിസൻ വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചു, നിങ്ങള് ലാ യദ്ഹറു ലഹു ലില്ലുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് അവിടെ അടിച്ചാണ്. നിങ്ങളൊന്ന് ലാ യദ്ഹറു ലഹു ലില്ലുൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒന്ന് അടിച്ചാണ്. നിങ്ങളിപ്പോ കണ്ടാൽ നേല് കണ്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേല് കണ്ടാൽ ലാ യദ്ഹറു ലഹു ലില്ലുൻ അസ്ലൻ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അല്ല. ലാ യദ്ഹറു ലഹു ലില്ലുൻ അസ്ലൻ എന്ന് പറഞ്ഞാൽ എന്താ ലഹറ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? ആയിക്കോട്ടെ, നിങ്ങൾ മൈക്ക് പറഞ്ഞോളി. ലഹറ ലാ യദ്ഹറു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ നിങ്ങള്. ജാഫർ ഭായ്, അതൊരു കഷ്ണാക്കിയിട്ട് മാത്രം എടുക്കണ്ട. അത് മൊത്തത്തിലുള്ളത് പറഞ്ഞെങ്കിൽ അതിന്റെ ആശയം കിട്ടും. സൂര്യപ്രകാശത്തിലും ചന്ദ്രപ്രകാശത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ നിഴലുണ്ടായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല അല്ലെ? അത് അങ്ങനെ വെക്കാൻ പറ്റൂന്ന്, അത് ഖുസൂസിയത്തായിട്ട് പറഞ്ഞ ഒരു വിഷയം. പിന്നെ നിങ്ങൾ എങ്ങോട്ടായി കിയാസാക്കിയിട്ട് കൊണ്ടുപോകുന്നത്? അതൊരു ഉരുളല്ലേ. ലാ യദ്ഹറു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അത് പറഞ്ഞാ നിങ്ങള്. ലാ യദ്ഹറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാ നിങ്ങള്. ആ തരികിട നിർത്തി. സൂര്യപ്രകാശം എന്നല്ല, സിറാജ് വിളക്കിന്റെ വെളിച്ചത്തിലാണെങ്കിലൊന്നുണ്ട്. വെറും സൂര്യപ്രകാശം എന്നല്ല. ലാ യദ്ഹറു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് പറയും നിങ്ങള്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ വാശി പിടിക്കാൻ ഇതാക്കാൻ നിൽക്കുന്നത്. ലാ യദ്ഹറു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം മൊത്തം ആശയം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം കൂട്ടിക്കോ. നിഴലുണ്ടായിരുന്നില്ല, നിഴല് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു. അതിനെന്തെങ്കിലും തർക്കം? അതിനാൽ ഞാൻ ചോദിക്കുന്നത് അതിലൊന്നും തർക്കമില്ല. അതിന് തർക്കണ്ടേ? ഒരിക്കലും ലാ യദ്ഹറു ലഹു ലില്ലുൻ അസ്ലൻ ഖത്തു എന്നൊക്കെ ഇബാർത്ത ഒരിക്കലും. പിന്നെ എങ്ങനെ നിങ്ങൾ കണ്ടാൽ എന്ന് പറയില്ലേ? അതാണ് നമുക്ക് ഇതെങ്ങനെ രണ്ടും കൂടി കൂട്ടുമുട്ട്. നിങ്ങളെങ്ങനെ പിന്നെ കണ്ടാൽ നേല് കണ്ടാൽ എങ്ങനെ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ടാണ് പ്രശ്നം. എന്താ നിങ്ങളിലുള്ള പ്രശ്നം അതാണ്. അങ്ങനെ കാണൂല, വെളിവാകൂല ഒരിക്കലും എന്ന് പറഞ്ഞ ഇബാർത്ത് ഉണ്ടായിരിക്കെ പിന്നെ കണ്ടാൽ എന്ന് നിങ്ങൾ പറഞ്ഞിച്ച് എന്താണ് അല്ലെ? അതാ ഇവിടെ കത്തു അങ്ങനെ തന്നെയുള്ളത്. പിന്നെ അസുലൻ. പിന്നെ എങ്ങനെ നിങ്ങൾ കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഹബീബിനെ നിന്ദിക്കുന്ന ഈ വൃത്തികെട്ട പരിപാടി നിർത്തണങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നിങ്ങൾ കണ്ടാൽ എന്ന് പറയല്ലേ? എങ്ങനെ ഒരു ശൂന്യായ മനുഷ്യൻ കണ്ടാൽ എന്ന് പറയല്ലേ? മഹാന്മാരായ ഇമാമിങ്ങൾ ഒരിക്കലും അവിടുത്തെ തിരുശരീരത്തിൽ നേലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടി ചെയ്യാൻ എനിക്ക് കണ്ടാൽ എന്നുള്ള ആ പ്രയോഗം എവിടുന്ന് കിട്ടി? ഇമാമിങ്ങൾ പറയാത്ത, ആരും പരിചയപ്പെടുത്താത്ത റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നേല് കണ്ടാൽ എങ്ങനെ കാണല്? എവിടുന്ന് കിട്ടിങ്ങക്കത്? ഹബീബിന് നേലുണ്ടാവൂലെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് അത് കൃത്യമായി ഭാരത്തുണ്ടായിട്ട് പിന്നെയും കണ്ടാൽ എങ്ങനെ കണ്ടാൽ എന്ന് പറയല്? എങ്ങനെ കണ്ടാൽ എന്ന് പറയാ? എങ്ങനെ നിങ്ങൾ കണ്ടാൽ എന്ന് പറയല്? ഈ രൂപത്തിലുള്ള ഈ ദുർവ്യാഖ്യാനങ്ങളും ദുർവാശികളും നിർത്തിവെക്കണം.
ഇൻഷാ അല്ലാഹ് സുന്നി സദന മൈക്കിൽ വരും. കണ്ടാൽ എന്നുള്ള പ്രയോഗം കൃത്യമായ ഇബ്നു ഹജറിന്റെ ഇബാറത്തുണ്ടായപ്പോ പിന്നെ എങ്ങനെ സുന്നിയായ ദാറുൽ ഹിന്ദ് ഹബീബിന്റെ തിരുശരീരത്തിന് നേല് കണ്ടാൽ എന്ന് എങ്ങനെ എന്റെ തൊള്ളിന്ന് വന്നു? എന്തെങ്കിലൊക്കെ പറ്റിയത്? എങ്ങനെ ഹബീബിന്റെ നേല് കണ്ടാൽ എവിടുന്ന് വന്നു? എങ്ങനെ കാണല്? ലാ യദ്ഹറു ലഹ്റാൻ എന്താ? വെളിവാകൂല, കാണൂല എന്നാണേ. ഇൻഷാ അല്ലാഹ് സുന്നിസം മൈക്കിൽ വരും. സുന്നിസം പിന്നെ ഓഫ്ലൈനിൽ പോയോ? സുന്നിസം ഡീസിന്റെ പ്രശ്നം നല്ലോണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു വാക്ക് നിങ്ങൾ കാണൂല. പിന്നെ എങ്ങനെ കണ്ടാൽ എന്ന് വന്നത്? എങ്ങനെ പിന്നെ കണ്ടാൽ എന്ന് വന്നത്? എങ്ങനെ നിങ്ങളെ വായിന്ന് കണ്ടാൽ എന്നുള്ള വാക്ക് വന്നത്? വെളിവാകൂല, കാണൂല ഒരിക്കലും. പിന്നെ കണ്ടാൽ ഇമാമീങ്ങളെ എടുത്തു ചാടിയിട്ടുള്ള നിന്റെ പദപ്രയോഗങ്ങൾ എങ്ങനെ വായിന്ന് വന്നത്? അതെന്താണോ? കാന്തഭക്തി കൊണ്ടാ വന്നത്. എവിടെ കാണൂല? വിളക്കിന്റെ വെളിച്ചത്തിലും കാണൂല എന്നുണ്ട്. വെറു സൂര്യപ്രകാശമല്ല, വിളക്കിന്റെ വെളിച്ചത്തിലും കാണൂല, ഒരു വെളിച്ചത്തിലും കാണൂല. ഓ സൂര്യപ്രകാശേ വിളക്കിന്റെ വെളിച്ചത്തിലും കാണൂലെങ്കിൽ ഇതെന്താ സൂര്യപ്രകാശം എന്ന് മാത്രം മനസ്സിലാക്കിയത്? വിളക്കിന്റെ വെളിച്ചത്തിലും കാണൂല, സൂര്യപ്രകാശത്തിലും കാണില്ല, കമന്റെ മേഘത്തിന്റെ വെളിച്ചത്തിലാണെങ്കിലും ടോർച്ച് അടിച്ചാലും കാണില്ല, ഒരു വെളിച്ചത്തിലും ഗലബലൗഹു എന്നാണ്. ഗലബലൗഹു ഹബീബിന്റെ പ്രകാശം മികച്ചു നിൽക്കും. ഗലബലൗഹു അല്ലേ? ഇബാറത്ത് അങ്ങനെയല്ലേ ഉള്ളത്? അല്ലേ? അങ്ങനെ ഗലബലൗഹു ഹബീബിന്റെ പ്രകാശം മികച്ചു നിൽക്കും. ഗലിബ എന്താ? പിന്നെ എങ്ങനെ അങ്ങനെ വന്നു? അതുകൊണ്ട് ഈ രൂപത്തിലുള്ള നൂറാനിയത്ത് കൊണ്ട് ഹബീബിന്റെ പ്രകാശം മറ്റു പ്രകാശങ്ങളെക്കാൾ മികച്ചു നിൽക്കുമ്പോ ഹബീബിന് നേല് കാണൂല. ഇനി കണ്ടാൽ എന്നുള്ള ഈ രൂപത്തിലുള്ള വാക്കുകൾ ഒഴിവാക്കണം. ഇങ്ങനെ പറയാൻ പാടില്ല. ഒരു സുന്നിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വരാൻ പാടില്ല. എങ്ങനെ കണ്ടാൽ എന്ന് എങ്ങനെ വന്നു? അത് വന്ന എന്താണോ? ഒരു മനുഷ്യൻ കൊണ്ടുവന്ന വ്യാജമുടിയെ ന്യായീകരിക്കാൻ വേണ്ടി നീ ശ്രമിച്ചപ്പോ നിന്റെ വായിൽ വന്ന വാക്കാണ്. അതൊക്കെ ചില ആളുകളെ ഇപ്പൊ പത്തപ്പിരി ഈ അബ്ദുൽ മജീദ് പറയുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ തിരുകേശത്തിന് ആ ഡോറൊന്ന് പത്തപ്പിരിയം പറയുണ്ടല്ലോ, എന്ത് റസൂലുള്ളാഹിന്റെ തിരുകേശം കത്തുവല്ലെന്ന് ചോദിച്ചപ്പോ രണ്ടിനും സാധ്യത ഉണ്ട്. നഊദു ബില്ലാഹ്. ഓന്റെയൊക്കെ നാവിന്റെ അവസ്ഥ നോക്കാൻ നിങ്ങള് അല്ലേ പറഞ്ഞില്ലേ? രണ്ടിനും സാധ്യത ഉണ്ട്. നിങ്ങൾ കേട്ടിരുന്ന ക്ലിപ്പ് നമ്മൾ ക്ലാസ്സിലുള്ള സുഹൃത്തുക്കൾ കേട്ടിരുന്നോ? ഒരു മനുഷ്യൻ പറയാണ് ഹബീബിന്റെ തിരുകേശം അഗ്നിക്കരിയാകുമെന്ന് ചോദിച്ചപ്പോ രണ്ടിനും സാധ്യതയുണ്ട് എന്ന് ഒരു സുന്നിയായ ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരാൾ പറയണമെങ്കിൽ അവൻ എത്ര തരം തായണം? നിങ്ങളൊന്ന് ആലോചിച്ചോക്കണി. മനസ്സുകൊണ്ട് ആ മനുഷ്യനൊക്കെ എങ്ങനെ വെറുക്കാൻ കഴിയണം? അങ്ങനെ വെറുക്കണം. ഹബീബിന്റെ തിരുകേശം അഗ്നിക്കരയാകണം, രണ്ടിനും സാധ്യത ഉണ്ട് എന്നോ വീഡിയോ ക്ലിപ്പ് സൈതാണ് നൗഷാദന്റെ ചോദ്യത്തിന് പറഞ്ഞത്. കുടുങ്ങിയ പറഞ്ഞു എന്തിനോ? ഈ കാന്തപുരം കൊണ്ടുവന്ന വ്യാജമുടിക്ക് വേണ്ടി ഹബീബിന്റെ തിരുകേശങ്ങളുടെ പ്രത്യേകത സകലം എടുത്തു കളയാം. സകലം ആ നേലിനെ കുറിച്ച് പറഞ്ഞു തർക്കിച്ചു കാണ്ട് അതിന്റെ ഹുസൂസ് ആ രൂപം പറ്റ. ഇപ്പൊ കത്തുന്നതിനെ കുറിച്ച് ദാറുൽ ഹിന്ദ് കേട്ടോ? ദാറുൽ ഹിന്ദ് കേട്ടോ? രണ്ടിനും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞത്. പത്തപ്പിരിയം പറയാം രണ്ടിനും സാധ്യത ഉണ്ട്. ദാറുൽ ഹിന്ദ് ഇനിയിപ്പോ വന്ന് മൈക്കിൽ വന്ന ദാറുൽ ഹിന്ദ് വരട്ടെ. ദാറുൽ ഹിന്ദ് ഇനി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാട്ടോ. നിങ്ങൾ കാരണം ഇപ്പൊ ഇത്ര അങ്ങക്ക് കണ്ടാലുള്ളതിന് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ഒരു ചോദ്യം, പത്തപ്പിരിയത്തിന് ചോദ്യം അതേ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം അഗ്നിക്കിരയാകുമോ ഇല്ലയോ? നിങ്ങൾ ആ മറുപടി ഒന്ന് അറിയാലോ. വേറെ ഒരു മറുപടിയും പറയണ്ട കേട്ടോ. വേറെ മറുപടി കാരണം കാലങ്ങളായിട്ട് നിങ്ങൾ പറയണതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, വെളുക്കാണെങ്കിലും മറ്റ് ഏത് വെളിച്ചാണെങ്കിലും ഹബീബിന്റെ പ്രകാശം മികച്ചു നിൽക്കുന്നതുകൊണ്ട് നേരുണ്ടാവില്ല. ഇനി കണ്ടാൽ എന്നുള്ള വാക്ക് ദയവ് ചെയ്ത് ദാറുൽ ഹിന്ദ് ഉപയോഗിക്കരുത്. കണ്ടാൽ എന്ന് പറയരുത്. സുന്നി ക്ലാസ് റൂമുകളിൽ വന്നിട്ട് അങ്ങനെ പറയരുത്. ആ പ്രയോഗം നടത്തരുത്. കണ്ടാൽ എന്ന് പറയരുത്. കാണൂല. അതാണ് സുന്നി വിശ്വാസം. അങ്ങനെ ഇബാറത്തുകളിലുള്ളത്. പിന്നെ
കണ്ടാൽ അങ്ങനത്തെ പദപ്രയോഗങ്ങളൊന്നും നടത്തരുത്, ദയവ് ചെയ്ത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് പറ്റുവെച്ചെങ്കിൽ ഇനി മൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ തിരുകേശത്തെ കുറിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഹബീബിന്റെ തിരുകേശം ആര് കത്തിച്ചാലും ഒരിക്കലും അഗ്നിക്കിരയാകൂല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. എന്റെ ഉസ്താദുമാർ പഠിപ്പിച്ചതും ഉസ്താദുമാർ പറഞ്ഞു തന്നതും ഹബീബിന്റെ ലാ യഹ്തരിക്കു അല്ലേ അന്നഹു ഇദാ വഖഅ ശൈഉൻ മിൻ ശഅരിഹി ലാ യഹ്തരിക്കു സിറത്തുൽ അലബീലകൾ അങ്ങനത്തെ ഇബാറത്തുകൾ കൃത്യമായിട്ട് ഒരിക്കലും അഗ്നിക്കിരയാവില്ല എന്ന ദാറുൽ ഹിന്ദിന് ഇനി അങ്ങനെ ഒരു അഭിപ്രായം പത്തപിരിയത്തിനെ പോലെ ഉണ്ടെങ്കിൽ ഇന്ന ഒരു ചോദ്യം ദാറുൽ ഹിന്ദ്, ഹബീബിന്റെ തിരുകേശം അഗ്നിക്കിരയാകുമോ ഇല്ലയോ? നിങ്ങളെ വിശ്വാസം എന്താ? നിങ്ങൾ വെറുതെ പ്രകോപനരാകണ്ട. ഞാൻ പറഞ്ഞത് കണ്ടാലെന്ന് പറഞ്ഞു മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണ്. എങ്ങനെ കാണരുത്, പിന്നെ എങ്ങനെ ദീനിലൊരു കാര്യം തെളിവ് ചോദിക്കുമ്പോൾ തെളിവല്ലേ നിങ്ങൾ തരട്ടെ? ദീനിലൊരു കാര്യം തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് തരണം. ഞാൻ ചോദിച്ചത് തെളിവാണ്. അക്കീദുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടാൽ അത് റസൂലുള്ളാഹിന്റെ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവ് തരണമെന്ന്. ഇവിടെ കണ്ടാൽ എന്ന് പറയുന്നത് ഒരിക്കലും കാണൂല എന്നുള്ള ഇബാറത്ത് നിങ്ങളും വായിച്ചു, ഞാനും വായിച്ചു. പിന്നെയും കണ്ടാൽ, ഇബ്നു ഹജറിന്റെ ഇബാറത്ത് പോലും നിങ്ങൾക്ക് തെളിവല്ല. പിന്നെയും കണ്ടാൽ എന്ന് പറയരുത്. നിങ്ങളോട് ചോദ്യതാണ് ഹബീബിന്റെ തിരുകേശം അഗ്നിക്കിരയാകുമോ ഇല്ലയോ? ലാ യദ്ഹറു ലഹു ദില്ലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഇല്ലയില്. ലാ യദ്ഹറു ലഹു ദില്ലു എന്ന് പറഞ്ഞാൽ എന്താ? അസ്ൽ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും എന്നല്ലേ? അസ്ൽ എന്നുള്ളതിന്റെ അർത്ഥം ഒരിക്കലും എന്നല്ലേ? ദാറുൽ ഹിന്ദ് ഒരിക്കലും അസ്ലൻ എന്നതിന്റെ അർത്ഥം എന്താ? അസ്ലൻ എന്നതിന്റെ അർത്ഥം എന്താ? അസുലൻ അതിന്റെ അർത്ഥം എന്താ? കത്തു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? എന്തിനാ ദാറുലിന്റെ ഈ കളി കളിക്കുന്നത്? എന്തിനാ നിങ്ങൾ കളിക്കുന്നത്? ആ അസുൽ എന്നുള്ളതിനെ ഒരിക്കലും ആ വാക്ക് എവിടെ എന്താ കാണൂലാന്നോ? ഒരിക്കലും കാണൂലാന്ന്. അപ്പൊ അസുലൻ എന്ന ഇതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോ തീരെ കാണാറില്ലായിരുന്നു. നിങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അതിന് കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. റസൂലുള്ളാഹിന്റെ പ്രകാശം. അപ്പൊ ദാറുലിന്റെ ഒരിക്കലും കാണൂല എന്നുള്ള എവിടെയാന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ തന്നെ ഉണ്ട് ഒരിക്കലും കാണൂല എന്ന് ഉണ്ട് നിങ്ങൾ തന്നെ പറയണ്ടല്ലോ. അല്ല നിങ്ങൾ വല്ല മുടിവെള്ളം കുടിച്ചിട്ടുണ്ടോ? ഇന്നേറ്റ മുടിവെള്ളം കുടിച്ചോ? ആ ഡോട്ട് ഇട്ടേ തന്നെ ഒരിക്കലും കാണൂല എന്ന് എവിടെയെന്ന്. അപ്പൊ അങ്ങനെ കാണൂല നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഇപ്പൊ എന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞത് അങ്ങനെ റസൂൽ നടന്നു പോകുമ്പോ തീർത്ത് പറഞ്ഞല്ലോ. നിങ്ങൾ പറയണ്ട, നിന്റെ ചോദ്യം ചെയ്യുന്നല്ലോ. ഒരിക്കലും കാണൂല എന്ന് എവിടെ? അപ്പൊ ഞാൻ ചോദിച്ചു അസുലൻ എന്നതിന്റെ അർത്ഥം എവിടെ? അപ്പൊ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരിയായി. പിന്നെന്തിനാ നീ ക്യാമത്തിനാളോടക്കോളം മൈക്കെട്ടിയാൽ അതിനല്ല പറയാനുള്ളത്. ഏതായാലും അടുത്ത ചോദ്യം ദാറുലിന്റെ അടുത്ത ചോദ്യം എന്താ എനിക്കറിയോ? അടുത്ത ചോദ്യം എന്താ? ഇത് ഒരിക്കലും കാണൂല എന്ന് എവിടെ? ഒരിക്കലും ഇല്ല, നടന്നു പോകുമ്പോ ഇല്ല എന്ന്. തന്നെ അങ്ങനെ പറ്റേ. ഏതായാലും ലാ യദ്ഹറു നമ്മളെ തീർത്ത് പറയും. ജാഫർ ഭായ്, നിങ്ങൾ തന്നെ വായിക്കുന്ന ഇബാറത്തിൽ തന്നെ ഉള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകും. സൂര്യപ്രകാശത്തിൽ ചന്ദ്രപ്രകാശം നടന്നു പോകുമ്പോൾ തീരെ ഉണ്ടാകാറില്ല. കാരണം നിങ്ങൾ തന്നെ വായിക്കുന്ന ഇബാറത്തിൽ തന്നെ ഉള്ളതല്ലേ? അതിനെ കവച്ചു വെക്കുന്ന പ്രകാശനായിരുന്നു റസൂലുള്ളാഹിന്റേത്. നിങ്ങൾ ആ കിയാസൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്തുകൊണ്ടാ 100 എന്ന കിയാസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല? റസൂലുള്ളാഹിന്റെ തിരുകേശം അതുപോലെ ഈ സൂര്യപ്രകാശം കവച്ചു വെക്കുന്ന പ്രകാശമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്തിനൊക്കെയാ അതൊരു പ്രത്യേകതയായ ഒരു ഹുസൂസിയത്തായി ആ സമയത്ത് മഹാനവർകൾ എഴുതിയ. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ റസൂലുള്ളാഹിക്ക് തീരെ റസൂലുള്ളാഹിന്റെ ഇത്
ഹലോ, അസ്സലാമു അലൈക്കും. അല്ല, ദാൽഹിന്റെ ഈ ഹുസൂസിയത്ത് എന്നാണ് എന്താ അർത്ഥം? അത് ഹുസൂസിയത്ത് അല്ലെങ്കിൽ ഹുസൂസിയത്ത് അല്ലാണ്. ഹുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ ഇടക്കുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാത്രം എന്ന് പറഞ്ഞാണ്. ഈ ഹുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അർത്ഥാക്കുന്നത്? ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയട്ടെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂൽ തങ്ങളുമായി ബന്ധപ്പെട്ടതായാലും എന്തായാലും ഖുസൂസിയത്ത് എന്ന് പറയപ്പെടുന്നത് ആ സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ. അത് എപ്പോഴും സ്ഥായിയായി നിൽക്കണമെങ്കിൽ അതിന് വേറെ അപ്പോ കോട്ടുവായ ദാറുൽ ഹിന്ദ് ഇടുന്നില്ല, ദാറുൽ ഹിന്ദ് കോട്ടുവായല്ല എന്നുള്ളത് കോട്ടുവായ ദാറുൽ ഹിന്ദിനില്ല എന്ന് പറഞ്ഞാൽ ദാറുൽ ഹിന്ദിന്റെ ഹുസൂസിയത്താണത്. ഇടക്കിടും ദാറുൽ ഹിന്ദ് നോക്കുന്ന സമയത്ത് ഇപ്പൊ നോക്കുമ്പോൾ കോട്ടുവായ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ദാറുൽ ഹിന്ദിന്റെ പ്രത്യേകതയാണ് കോട്ടുവായ ഇടുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് ദാറുൽ ഹിന്ദിന്റെ പ്രത്യേകതയാവുമോ എന്ന് പറഞ്ഞു? സുന്നീസം ഒരു പ്രത്യേകത, ഒരു അത്ഭുത സംഭവം ഒരിക്കൽ കാണുമ്പോൾ അത് അത്ഭുതമായി രേഖപ്പെടുത്തും. അത് സ്വാഭാവികമാണ്. വല്ലാത്തൊരു രസാണത് അല്ലേ? ഭയങ്കര രസാണല്ലോ ഇയാളെ കഥ. ഒരാള് മുണ്ടാൻ പറ്റാത്തമാതിരി അഭിനയിക്കുകയാണ് എന്ന് പറയാം. പക്ഷെ ഒരാൾ മുണ്ടിന മാതിരി അഭിനയിക്കാൻ ഒരാളെ കൊണ്ട് മുണ്ടാൻ വയ്ക്കാത്ത ഒരാൾ വർത്താനം പറയുന്ന മാതിരി അഭിനയിക്കാൻ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങനെ തരംതാകാൻ പറ്റുമോ? ദിവസങ്ങളുടെ ആവശ്യങ്ങളുടെ പ്രത്യേകതയാണ് കോട്ടുവായ ഇടാറില്ല എന്നുള്ളത്. അതിനർത്ഥം ഇടക്കിടക്ക് കോട്ടുവായ ഇടാറില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പ്രത്യേകത എന്റെ പ്രത്യേകത ദിവസങ്ങളുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേകതയാണെന്ന് പറയണത് കോട്ടുവായില്ല, സ്വപ്നസ്കരണം ഉണ്ടായിരുന്നില്ല. നിമിഷമുള്ള ഹുസൂസിയത്താണത്. അതിനർത്ഥം ഇടക്കിടക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മക്ക് ഇടക്കെല്ലാം ഉണ്ടാവാറില്ലെങ്കിലോ എന്നെങ്കിലും ഉണ്ടാവും നമ്മൾ നിമിഷമുള്ള മേലെന്ന ഒന്ന് ചിന്തിച്ചോളാം നിങ്ങൾ. ഇടക്കിടക്ക് നിമിഷങ്ങൾക്ക് പിന്നെ സ്വപ്നസ്കരണം ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്ക് അതൊരു പ്രത്യേകതയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും അങ്ങനെ ഇല്ലെങ്കിലും ഒന്നുള്ളൂ. ഒരിക്കലും നിമിഷങ്ങൾ കാണൂല. ഇടക്കിടക്ക് നമ്മൾ കോട്ടുവായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ടത്. ഞാൻ കോട്ടുവായിരുന്നു, നിങ്ങൾ ആരും കണ്ടുപോകാം. ഇപ്പൊ ഞാൻ കോട്ടുവായിരുന്നില്ല. അപ്പൊ എന്റെ ഇപ്പോഴത്തെ പ്രത്യേകത ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല എന്ന് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് എന്റെ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുക. ഖുശൂസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകതാനായതർത്ഥം. ആ പ്രത്യേക നിമിഷങ്ങൾക്കുണ്ട്. നേലില്ല എന്ന് പ്രത്യേകം ഇടക്കിടക്ക് നേൽ, ഇന്നൊക്കെ ഇടക്കിടക്ക് നേലുണ്ടാവുള്ളേ. എല്ലാ സമയത്തും ഇപ്പൊ എന്റെ നേലുണ്ടോ? ഇപ്പൊ എന്റെ നേല് ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണാനല്ല. എല്ലാ സമയത്തും എനിക്ക് നേലുണ്ടാവില്ല. അപ്പൊ ഇടക്കിടക്ക് നേലുണ്ടാവുക, ഇടക്കിടക്ക് നേലില്ലാവർക്ക്, ഇടക്കിടക്ക് കോട്ടുവായുടെ, ഇടക്കിടക്ക് കോട്ടുവാടാവരിക്കുക, ഇടക്കിടക്ക് സ്വപ്നസ്കലനം ഉണ്ടാവുക, ഇടക്കിടക്ക് സ്വപ്നസ്കലനം ഇല്ലാതിരിക്കുക. ഇനി അറിഞ്ഞാൽ ഇടക്ക് തട്ടും ഇടക്ക് തരിയും ഇടക്ക് തരിയിലാണ്. ഒരു സാധനം ഒരു വട്ടം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കരിയാതിരിക്കുക എന്ന് ആലോചിക്കാൻ. അത് ഏറ്റവും മേലെ ബുദ്ധിമുട്ടാണല്ലോ. ചില സിനിമേഷനിൽ ഇടക്ക് നോക്കുമ്പോൾ അത് കരിയും, പിന്നെ നോക്കുമ്പോൾ അത് കരിയില്ല. അപ്പൊ സിനിമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കരിയാണ്ടാവുക, കരിയാതിരിക്കാണ്ടാവുക. അപ്പൊ ഒരിക്കലും കരിയില്ല. ഇതൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്റെ പ്രത്യേകത പറയുന്നത് വേറെ പ്രത്യേകത എങ്ങോട്ടും ഞാനും അപ്പൊ നിങ്ങളും ഞാനും നിമിഷമുള്ള ആവശ്യം ഞങ്ങൾ ഒരുപോലെയാണ് ഞങ്ങളുടെ വാദം. ഈ വാദമാണ് ഏറ്റവും അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുശരീരത്തിന് മേലില്ല എന്ന് പറഞ്ഞാൽ അത് മഹാനവരുടെ പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാതിരിക്കണം. ഇടക്കിടക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയായിട്ടാണ് ഒന്നുമില്ല. ഹലോ സുന്നീസ്, ഇവിടെ ഇടക്കിടക്ക് നിഴലുണ്ടാവുമെന്ന് ഇടക്കിടക്ക് കത്തുമെന്ന് ഞാൻ വാദിച്ചോ? ഞാൻ പറയാത്തതും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് നിങ്ങൾ വാദിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് വേറെ, നിങ്ങൾ പറയുന്നത് വേറെ. ഞാൻ ചോദിച്ചെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ, നിങ്ങൾ നേരത്തെ വായിച്ച ഇബാറത്ത് തന്നെ ഞാൻ പറയാം, നടന്നു പോകുമ്പോൾ നിഴലുണ്ടാകാറില്ല. അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ.
അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകതയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആ പ്രത്യേകത നിങ്ങൾ എന്തുകൊണ്ട് ഈ തിരുകേശത്തിന് കൊണ്ടുവരുന്നുണ്ട്, കിയാസാക്കുന്നുണ്ട്? ഏത് തിരുകേശത്തിന്? മർക്കസിലെ മുടിക്കല്ല ആക്കണതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുകേശാണെങ്കിൽ നിങ്ങൾ തിരുകേശം എടുത്തിട്ട് മുടി തിരുകേശാണെന്ന് അതിനുണ്ടാവുമല്ലോ എന്നല്ല, ഇതിനല്ല കിയാസാക്കണത്. ഇത് കിയാസിന്റെയും മറ്റും പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് മേലുണ്ടാവുമല്ലേ, അതാണ് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നടന്നു പോയപ്പോണ്ടാകുന്നത് പിന്നെ ഒരു വാത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ അർത്ഥം, നടന്നു പോകുമ്പോൾ മാത്രം ഉണ്ടാവുക ഒരു വാത്തിരുണ്ടാവുന്നതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നിങ്ങൾ പ്രത്യേകതകളൊക്കെ വിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായമുണ്ടല്ലേ എന്ന് പറയാൻ നിങ്ങൾ അത് പറഞ്ഞാൽ നിങ്ങൾ അത് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ന്യായമുണ്ടല്ലേ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിഴൽ ആ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ തിരുകേശത്തിന്, ഏത് തിരുകേശായാലും ഞാൻ ചോദിക്കുന്നത് കൊണ്ടാണ് ആ ഇബാറത്തിൽ പറഞ്ഞ തന്നെ കാരണം നിങ്ങൾക്ക് ഈ തിരുകേശങ്ങളിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ കത്തിക്കല്ലും നിഴലും മാത്രം പിടിച്ചിരുന്നാൽ മതി, അതിന്റെ കാരണം പറഞ്ഞെടുത്ത് പിടിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യപ്രകാശം ചന്ദ്രപ്രകാശത്തെയും കവച്ചു വെക്കുന്ന പ്രകാശമായിരുന്നു റസൂലുള്ളാഹി എന്നല്ലേ ഇബാറത്തിൽ തന്നെ ഉള്ളത്. ആ കവച്ചു വെക്കുന്ന പ്രകാശം നിങ്ങൾക്ക് തിരുകേശത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന തിരുകേശത്തിൽ അല്ല. എവിടെയാണ് ആ ഇബാറത്തിൽ അതുള്ളത്? സൂര്യപ്രകാശത്തിനെയും മറ്റേ ചന്ദ്രപ്രകാശത്തിനെയും കഴിച്ചുവെക്കുന്ന പ്രകാശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് ഒരാൾക്ക് നബിനെ കാണാൻ കഴിയില്ല. കാരണം സൂര്യപ്രകാശത്തിനേക്കാൾ വലിയ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൂടി. അതുകൊണ്ട് നബിനെ ആർക്കും നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സൂര്യപ്രകാശത്തിന് ആർക്കും നോക്കാൻ കഴിയോ? നിങ്ങൾക്കൊണ്ട് കഴിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യപ്രകാശത്തിന് ആർക്കെങ്കിലും നമ്മളെ ക്ലാസ് റൂമിൽ ആർക്കെങ്കിലും സൂര്യപ്രകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ നോക്കാൻ കഴിയോ? സൂര്യ ഒലിച്ചു നിൽക്കുന്ന സൂര്യൻ നമുക്ക് നോക്കാൻ ആർക്കണമെന്ന് കഴിയോ? ആർക്കും കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ നിബന്ധന ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ അവിടുത്തെ ഒരൊറ്റ വർത്താനം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ തിരുകേശത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശരീരത്തിന് മേലുണ്ടായിട്ടില്ല. കാരണം അന്നഹു കാന നൂറൻ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യപ്രകാശത്തെക്കാളും ചന്ദ്രപ്രകാശത്തെക്കാളും ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശമായിരുന്നു. ആർക്കും കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്ന ഒരുതരം ആളുകളുടെ കണ്ണിന് ഇടങ്ങേറ് സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് നമ്മൾ വാദിക്കുന്നത്. അതതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടങ്ങാറാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിയത്ത് തകർക്കാൻ എന്താണ് ഇത്ര വലിയൊരു ആഗ്രഹം? എന്ത് വഹാബീസാണ് നിങ്ങൾ തലക്ക് കയറിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണക്കാരനായിരുന്നു, സാധാരണക്കാരനല്ല. ഇത് അക്കീദയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വിശ്വസിച്ചിട്ട് ഒരാൾ മുസ്ലിം ആവും നിങ്ങൾ ഇത്ര നിങ്ങളങ്ങനെ ആൾക്കാരെ അക്കീദയാണ് കുറെ നേരം നിങ്ങൾ അക്കീദോണ്ട് തുടങ്ങിയിട്ട് ഇനി അക്കീദെന്ന് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസാധാരണക്കാരനായിരുന്നു എന്ന വിശ്വാസം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണക്കാരനായിരുന്നു എന്ന് കൂടി കൂട്ടത്തിൽ വിശ്വസിക്കണം. ഒരാൾ മുസ്ലിം ആണെങ്കിൽ എന്താണ് അഭിപ്രായം? അത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സാധാരണക്കാരനെന്ന് വിശ്വസിക്കലായി. അതാക്കി തന്നെയാണ്, അതെന്നെ തെളിവ്. അതല്ല, നിങ്ങൾ വിഷയത്തിലേക്ക് വന്നു ഡോട്ട് ഇടരുത്. എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വിഷയം വേറെ ഒന്നിലേക്ക് പോകരുത്. ഞാൻ അത് പറഞ്ഞുതരാം. നിങ്ങൾ അത് പിടിക്കുമ്പോഴേക്ക് അതിലേക്കായിരിക്കും നിങ്ങൾ പിടിക്കാൻ വന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിഷയത്തിലേക്ക് വന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത പറഞ്ഞിട്ട് നിങ്ങൾ എത്തിയല്ലോ. എന്താ എത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം മറ്റുള്ള നിങ്ങൾ പറഞ്ഞല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, പ്രകാശം അപ്പൊ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റൂമിൽ കയറുമ്പോ ഇരുട്ടുള്ള റൂമിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന് സൂചി പെറുക്കിയെടുത്ത സംഭവം ഉണ്ടല്ലോ. ആ പ്രകാശം ഏത് പ്രകാശമാണ്? അത് റസൂലുള്ളാഹിയുടെ പ്രത്യേകത. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്, സഹാബത്തുൽ കിറാമിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, അവരെ കൈ പ്രകാശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന് മഹാനവവികളുടെ വിരലുകൾ പ്രകാശമായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരുടെ മോചിതത്തുകളാണ്, ഒരു സംശയകാര്യത്തിലില്ല. അതൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിലും ആണെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിയും. ഒരാവശ്യം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രവേശിക്കുമ്പോൾ ആ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അല്ലാതെ വെട്ടിങ്ങനെ ട്യൂബ്ലൈറ്റ് കത്തുന്ന മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ പ്രകാശിക്കണ മാതിരിയായിരുന്നു, സൂര്യനേക്കാൾ വലിയ പ്രകാശമായിരുന്നു, അതുകൊണ്ട് നബിനെ ആർക്കും കാണാൻ പറ്റിയിരുന്നില്ല എന്ന അർത്ഥം എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? അതൊക്കെ ആവശ്യത്തിന് മോചിതത്തുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു ഞങ്ങളുടെ കൈയിന്റെ വിരലിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വെള്ളം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വെള്ളം പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾക്കിടയിൽ വെള്ളം വന്നിരുന്നു എന്ന് പറയുന്ന അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആകെ വെള്ളം ഇരിക്കുന്നതിന്റെ അർത്ഥം റസൂലുള്ള അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നടന്നു പോകുന്നിടത്തും പള്ളിക്കാരെ പള്ളിക്കും വീട്ടിക്കാരെ വീട്ടിലും ഒരു റൂമിക്കാരെ റൂമിലൊക്കെ ആകെ വെള്ളത്തിന് 5 കൈയെറിയുന്ന റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് എല്ലുകൾക്കിടയിൽ വെള്ളം വന്നപ്പോ ആളുകൾക്ക് അത് ഒഴുകൊടുക്കാനും കുളിക്കാനും അവരെല്ലാ കാര്യങ്ങളും നിറവേറ്റാനും ഇഷ്ടം പോലെ അവർക്ക് എല്ലാത്തിനും കഴിയുമായിരുന്നു കൂടെയുള്ള സഹാബത്തിന്, അല്ലേ? അപ്പൊ എന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നിടത്ത് മുഴുവൻ കൊളാക്കിയിരുന്നതിന്റെ അർത്ഥം എന്ത് വിശ്വാസമാണ് സുഹൃത്തുക്കൾക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രത്യേകത എന്താണ്, മോചിതത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടായിരുന്നില്ല. അത് സൂര്യന് ചോട്ടിലാണെങ്കിൽ കൂടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ വാക്കിലെ ലൈറ്റുകൾ ഏറ്റവും കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യന്റെ ചോട്ടിലാണെങ്കിലും ചന്ദ്രന്റെ ചോട്ടിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടായിട്ടില്ല. ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് മേലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുടിക്ക് മാത്രം ഇങ്ങനെ മേല് കണ്ടിരുന്നു, ബാക്കിയൊന്നും മേല് കണ്ടിട്ടില്ല എന്നല്ല, ഒന്നും മേല് കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ മേലും പുറത്ത് കണ്ടിട്ടില്ല. അതെന്നെ ഒരർത്ഥം. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെ പൊളിച്ചു നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത് സൂര്യനേക്കാൾ വലിയ പ്രകാശമായിരുന്നു, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ എന്ത് വഹാബീസാണെന്ന് ചോദിക്കുന്നത്? ഇതൊക്കെ യുക്തിവാദമല്ലേ സുഹൃത്തെ? മഹാന്മാര് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അവിടുന്ന് അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ നൂറിനെയാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ മങ്കൂസ് മൗലൂദിലുണ്ട്, അല്ലേ? ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട നമ്മളെ റയീസുൽ മുഹഖിഖീൻ കണ്ണീത്താമൽ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹു ഇതിനോട് മഹാനവർകളോട് ഒരാൾ ചോദിച്ചിട്ട് എവിടെ ഇതുള്ളൂ ചോദിച്ചത്, ഈ 30 മങ്കൂസ് മൗലൂദിലുണ്ട്. നിങ്ങൾ എവിടെ ഇതുള്ളതെന്ന് ചോദിച്ചപ്പോ മങ്കൂസ് മൗലൂദ് എന്താ ഓരോരുത്തർ, അല്ലേ? തെളിവ് പറഞ്ഞെടുക്കാതെ മങ്കൂസ് മൗലൂദിലുണ്ട്. മങ്കൂസ് മൗലൂദിലുണ്ടെന്ന് സുന്നത്ത് ജമാഅത്തിന് മതി. ആരാ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിക്കുന്നത്? നമ്മളെ വിശ്വാസം തന്നെയാണ് അത്. ഇത് എവിടെയുള്ളതെന്ന് ചോദിച്ചപ്പോ ഖുർആനിലുണ്ട്, ഇത്രാമത്തെ ആയത്താണ്, അല്ലെ ഹജ്ന ബുഖാരിയിൽ എന്നാ ഇത്രാമത്തെ ഹദീസാണെന്നുള്ള മഹാനവർ കൊടുത്ത് മങ്കൂസ് മൗലൂദിലുണ്ട്. അത്ര വലുതാണ് നമ്മളെ വിശ്വാസം. അത്രമാത്രം നമ്മളെ മഹാന്മാരായ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മങ്കൂസ് മൗലൂദിലുണ്ടെങ്കിൽ ഒരു ഖുർആനിലും ഹദീസിലും ഉണ്ടാവും. അതന്നെ അതിന്റെ അർത്ഥം. അതില്ലാത്ത ഒന്നും മങ്കൂസ് മൗലൂദിലും ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞ. അപ്പോ ഇത് നമ്മളെ വിശ്വാസമാണത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടായിരുന്നില്ല. ഈ മേലുണ്ടായിരുന്നില്ല എന്നുള്ള അക്കീദയുടെ ഭാഗ അതെന്തോന്ന് വിശ്വസിച്ചാൽ ആൾ ഇസ്ലാമ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നേരം പറഞ്ഞ ഖുസൂസിയത്ത് ഇടക്ക് മാത്രം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്ക് മേലുണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടുവായി ഇടുമായിരുന്നു, ഇടക്ക് സ്വപ്നസ്കലമായി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാനും നബിയും തമ്മിൽ എന്താ ഈ കാര്യങ്ങളിലെ വ്യത്യാസം? അത് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ? മൈക്കിന്റെ കയ്യിലില്ലേ? ഹലോ, ഉണ്ട്. ദാവൂദിന്റെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടക്ക് മേലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടക്ക് സ്വപ്നസ്കലനം ഉണ്ടായിരുന്നു, ഇടക്ക് കോട്ടുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ ഈ കാര്യങ്ങളിൽ എന്താ വ്യത്യാസമുള്ളത്? അത് പറയുന്നത്
പിന്നെയും സുന്നീസം ചോദിക്കുന്നു, ഇടക്കുണ്ടായിരുന്നു ഞാൻ ബാധിച്ചിട്ടില്ല. സുന്നീസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിറാജ് എന്ന് പറയുന്നു, നൂറ് എന്ന് പറയുന്നു. അപ്പൊ ഒരിക്കലും ഉണ്ടായില്ല ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറയും. ഞാൻ എന്താ പറയുന്നു, ദാഹില്ലെന്ന ഞാനിതാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്ന. ഞാൻ അങ്ങനെ പറയുന്ന സുന്നീസം മറ്റേ പേരോട് പറഞ്ഞേ മർക്കസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വെച്ചാൽ അല്ല ഞാൻ പറയില്ല, ഞാൻ വെറുതെ അല്ല പറയുന്നു, ഞാൻ വെറുതെ അല്ല പറയുന്നു. ഒരു സാധനം എവിടെയെങ്കിലും ഉണ്ട്, ഞാൻ വെറുതെ അല്ല പറയുന്നു, അതിന് അവസരിക്കില്ലല്ലോ. ആണെന്ന് പറയോ ഇതാ ചോദ്യം ചോദിച്ചത് അല്ല ഞാൻ പറയില്ല, ഇതാ വരെ വർത്താനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഉണ്ടായില്ല എന്ന് പറയുന്ന എന്ത് പേര് വേജാറ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ ഇതാ നിങ്ങൾ ചോദിക്കുന്നത്. എന്നല്ലാതെ പറയും, ഞങ്ങൾക്കൊക്കെ പറയുന്നു അല്ലേ, ജേഫറില്ലാതെ പറയുന്നു ഉണ്ടായിട്ടില്ല, മുസ്തഫ പറയുന്നു ഉണ്ടായിട്ടില്ല, അമീർ സാഹിബ് പറയുന്നു ഉണ്ടായിട്ടില്ല, അനന്താപുര അല്ലേ, അങ്ങനെ കാര്യത്തിൽ ഇങ്ങനെ ഓരോ ആളുകൾ നൂർ ഫൈസി ഉസ്താദ് തുടങ്ങി എല്ലാ ആളുകളും നമ്മുടെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ആളുകളും പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെ പറയാൻ എന്താ വലിയ വേജാറ്? ഉണ്ടെങ്കിൽ ഉണ്ട് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. രണ്ടും ഒന്ന് പറയുന്ന മാഷെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നീസം അതല്ല ഇവിടെ ഉണ്ടായതേ, മൂപ്പര് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണ് പിന്നെ ഒരു വാക്ക് പറഞ്ഞ അഥവാ കണ്ടാൽ എന്ന് പറയും. അതാണ് നമ്മളെ കീഴടപ്പിച്ച വരിക. അഥവാ കണ്ടാൽ എന്ന് പറഞ്ഞാണ്, പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അഥവാ കണ്ടാൽ എന്ന് വരികയാവോ. ലാ യദ്ഹറു ലഹു വെളിവാകൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണില്ല. എനിക്കറിയാത്താണ് വെളിവാകൂല, തീരെ വെളിവാകൂലെന്ന്. ഈ വെളിവാകാത്തൊരു സാധനം പിന്നെ ഇങ്ങനെ കാണുക എനിക്ക് തിരിയണില്ല. ഇയാള് പറഞ്ഞ എത്ര നേരം പറഞ്ഞിട്ടില്ല. ലാ യദ്ഹറു ലഹു ദില്ലുൻ അസ്ലൻ, അവിടുത്തെ നേല് വെളിവാകൂല. ഒരു സാധനം പുറത്ത് വരൂല എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടു. അതിപ്പോ ബല് മാസം കണ്ട മാതിരിയേക്കാരം ചിലപ്പോ. മറ്റേ ആ ചങ്ങായ്മ ഉണ്ടല്ലോ, എന്താണ് ബലന്നെ മുമ്പ് കണ്ടക്കണല്ലേ, സാധനം വന്നിട്ടില്ലാന്ന്, സാധനം വെളിവായിട്ടില്ല, ഇവര് കണ്ടും ചെയ്തു. എങ്ങനെയാണ് ഇതെന്ന് ദാർലിന്റെ ഞമ്മക്ക് തിരിയണില്ല. നിങ്ങളെ ഈ ഭാഷ എന്താണെന്ന്. ഏതായാലും ഇൻഷാ അല്ലാഹ് സുന്നസത്തിന് പോകാൻ അയക്കണിച്ച് സുന്നസത്തിന് പോകട്ടെ, കാരണം ടൈം കുറെ അയക്കണ്, നമ്മളിങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റൂല. രണ്ട് ചോദ്യം കൂടെ ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, മൈക്ക് കിട്ടുന്നില്ല. നമുക്കും പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ വാശി പിടിപ്പിക്കാനോ, എനിക്ക് കുറച്ച് കൺഫ്യൂസ് ഉണ്ട്, അത് തീർത്തു തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നല്ലത്. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ വിശദീകരണത്തിനൊന്നും അത് തീരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് ആണെന്നും നൂറാണെന്നും നിങ്ങൾ പറയുന്ന ലാ യദ്ഹറു ദില്ലുൻ എന്ന് പറയുന്നതിന്റെ ബാക്കി തന്നെ പറയുന്ന കാരണം എന്താ ഹബീബേ? ലിഅന്നഹു കാന നൂറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലെങ്കിൽ അന്നഹു കാന നൂറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ട്യൂബ്ലൈറ്റ് ആയിരുന്നു അർത്ഥം. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ട്യൂബ്ലൈറ്റ് കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന അള്ളാന്റെ ട്യൂബ്ലൈറ്റ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്യൂബ്ലൈറ്റ് കൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ചു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്താ നൂറ് നിങ്ങൾ അർത്ഥാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് നൂറാണ് എന്നതിന്റെ അർത്ഥം? ഇരുന്നിങ്ങനെ ലൈറ്റ് ഇട്ടത്തിലാണ്, ഇരുന്നിങ്ങനെ 12 വോൾട്ടിന്റെ ബൾബാണ് അതിന്റെ അർത്ഥം. ഇരുന്ന് പറഞ്ഞാൽ ഇരുന്ന് നൂറാണെന്ന് പറഞ്ഞാൽ ഇരുന്നിങ്ങനെ മറ്റേ ഈമാന്റെ നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഈമാന്റെ ട്യൂബ്ലൈറ്റ് എന്നർത്ഥം. ഈ ട്യൂബ്ലൈറ്റ് എന്നാണ് ഇതിന് അർത്ഥം നിങ്ങൾക്ക് ആരാ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് പൊടുന്നത്. അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലില്ലാതിരിക്കാൻ മാത്രം, അത് റസൂലുള്ളാഹിന്റെ ഒരു ബഹുമാനം, ആ ശരീരത്തിന്റെ പ്രത്യേകതയും പറയുന്ന ഒരു സ്ഥാനമാണ് സുഹൃത്തെ ഹബീബെ. നിങ്ങൾ ട്യൂബ്ലൈറ്റിനെ പോലെ നിങ്ങളോട് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ നിഴൽ കാണാത്തൊരു അത്രയ്ക്കും മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രകാശം, അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം അങ്ങനെ അത്രക്കും മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്, അതത്രക്കും മഹത്വം നൂറാണ് എന്ന മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അതുകൊണ്ടാണ് മേലില്ലാത്തത്. അതെന്ന് പറഞ്ഞത് അല്ലാതെ കത്തി നിൽക്കുകൊണ്ടാണെല്ലാം. ഞാനൊക്കെ ഇപ്പം നിങ്ങൾക്ക് അന്തം വരുന്നുണ്ട്.
ഈ ഗുളിക കുറച്ച് നേരത്തെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ നിങ്ങൾ ഇത്ര അടങ്ങാറാണ്. നബിസല്ല ഈ കത്തിയത് നിങ്ങളെ തലയിലിപ്പോ കത്തിയതുണ്ടല്ലോ, അത് കുറച്ച് നേരത്തെ കത്തേണ്ടതായിരുന്നു. അത് നബിസല്ലാഹുസ്ലങ്ങൾ നൂറെന്ന മഹത്വം, അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നബിസല്ലാഹുസ്ലങ്ങൾ എന്ന മഹത്വം കൊണ്ടാണ് നബിസല്ലാഹുസ്ലങ്ങളുടെ ശരീരത്തിൽ ഈച്ച പ്രാണികൾ ഇരിക്കുകയോ അല്ലെങ്കിൽ അത് കത്തിക്കരിയുകയോ അല്ലെങ്കിൽ അതിന് നേരുണ്ടാവുകയോ ചെയ്യാത്തത്. ഇതൊക്കെ കൊണ്ടാണ് നബിസല്ലാഹുസ്ലങ്ങളുടെ പ്രത്യേകതകൾക്ക് കാരണമൊക്കെ നബിസല്ലാഹുസ്ലങ്ങൾ നൂറായതുകൊണ്ടാണ്. അതെന്നെയാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ പറയാം അത് ആ മഹത്വം എന്ന് പറഞ്ഞാൽ അല്ലാതെ ട്യൂബ് ലൈറ്റ് കത്തുകയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ട്യൂബ് ലൈറ്റ് കത്തുക എന്നല്ല ഇപ്പൊ അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. അതിന് കൃത്യമായി പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ. ഇത് രണ്ടു കൂട്ടർ ഒന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ പിന്നെ നിർവ്യാഖ്യാനിക്കണ്ടേ നിങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രത്യേകതകൾ പരിശുദ്ധ ദീനിൽ തെളിവായി സ്വീകരിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ നൂറും നിങ്ങൾ എടുത്ത് കാണിച്ച് ഇതാ ഇത് റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ്, അതുകൊണ്ട് ഇതാ ഈ പ്രകാശം നിങ്ങൾ കാണിച്ചാൽ നമ്മൾ ആ നെടിയില്ലാത്തത് കാണിച്ചു തരും. നിങ്ങൾ പകുതിയും വിഴുങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് കേസ്. അപ്പൊ വീണ്ടും നൂറ് വന്ന ട്യൂബിലേക്ക് വീണ്ടും പറയാം. ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത് മുഴുവൻ മുടിഞ്ഞോ? ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത് ട്യൂബിലേക്ക് അല്ല. നൂറ് വന്ന ട്യൂബിലേക്ക് അല്ല. കാരണം പിന്നെ ഇൽമ നൂറൻ അല്ലെ, ഇൽമ നൂറാണതാണ് അല്ലേ? സാഹിബ് ഇൽമ നൂറാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഇൽമ എന്ന് പറഞ്ഞാൽ ഒരാള് പിന്നെ ഒരാൾക്ക് അറിവ് തന്നാൽ അയാൾ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെയിറ്റ് വലിച്ചുകൊണ്ടിരിക്കലാണ്. നിങ്ങൾക്ക് പിന്നെ 12 വോൾട്ട് അറിയുണ്ടെങ്കിൽ 12 വോൾട്ടിന്റെ ലൈറ്റ് ഉണ്ടാവും. 12 കാര്യം അറിഞ്ഞാൽ 12 വോൾട്ട് എത്ര മാർക്കത്തും 107 കാര്യം അറിഞ്ഞാൽ 107 വോൾട്ടിന്റെ വിലതുണ്ടാവും. ഒരു 1500 കാര്യം ഞങ്ങൾ ട്രാൻസ്ഫോമർ ഇന്ന് കറണ്ട് എന്ന മാതിരി ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. അതിന് അത്ര വലിയ ഇപ്പോഴത്തെ പുതിയ ലൈറ്റ് ഉണ്ടല്ലോ. എന്താ ഐഫൈ ലൈറ്റ് എന്താണ് ഐമാക്സ് മാതിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഈ അണ്ടെന്ന് പറയുന്ന സാധനമല്ലാത്തതും 100 എന്ന് പറഞ്ഞാൽ എന്റെ നബിസല്ലല്ലാഹുവിന്റെ മഹത്വമാണ്. അത് നിങ്ങൾ ആർത്ഥത്തനങ്ങളും സമ്മതിച്ചതാണ്. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ചാടുകയാണ്. അപ്പൊ നിങ്ങൾ മുടി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങളെ ചോദ്യം. അപ്പൊ നബിസല്ലല്ലാഹുവിന്റെ 100 അല്ല ഞങ്ങളെ വാദം. 100 ആയതുകൊണ്ട് മേലില്ല. 100 ആയതുകൊണ്ട് തന്നെ നബിസല്ലല്ലാഹുവിന്റെ മേലില്ല. അതാണ് അവർ എഴുതിച്ചത്. ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമെന്ന് ആരും എഴുതിയിട്ടില്ല. ആ എഴുതിയ ഇബാറത്ത് എന്താ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യപ്രകാശത്തിലോ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചന്ദ്രന്റെ പ്രകാശത്തിലോ അവിടുന്ന് നേരുണ്ടായിട്ടില്ല. അത് കാരണം എന്താണ്? നേരില്ലാതിരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 എന്നതാണ് അതിന് കാരണം. 100 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അവിടുന്ന് നേരുണ്ടായിട്ടില്ല. ഇതന്നെ അതിന്റെ കാരണം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ആയതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ പിന്നെ കത്തിജ്വലിച്ചു നിൽക്കുകയായിരുന്നു. ആരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന സ്ഥലത്തൊക്കെ സൂര്യപ്രകാശത്തെപ്പോൾ ആളുകൾക്ക് കണ്ണ് പുളിക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ തിരുശരീരത്തിലേക്ക് നോക്കാൻ കഴിയാത്ത രൂപത്തിൽ ആളുകൾ കണ്ണ് പുളിച്ചുകൊണ്ട് അറപ്പും വെറുപ്പും വെളിവാക്കിയിരുന്നു. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അതിനേക്കാൾ വലിയ ലൈറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വെച്ചിരിക്കുന്നതാരെങ്കിലും. എന്നിട്ട് ആ പ്രകാശം നിങ്ങൾ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഇവിടെ കാണിച്ചു തരും. എന്തൊക്കെ നിങ്ങൾ പറയും? 100 തന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 100 എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ അതിന് അർത്ഥം വെച്ചുകൊടുത്ത് പറ്റിയ ഏറ്റവും വലിയ അപാകതയാണ്. പ്രവാചകൻ പ്രകാശമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളത് സാധാരണ പ്രകാശം എന്നർത്ഥം വെച്ചു. നിങ്ങൾ ബൾബ് ലൈറ്റ് അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് എന്ന് നിങ്ങൾ അർത്ഥം വെച്ചു. അവിടെ നിങ്ങളെയൊക്കെ പറ്റി ആകല്ല പാളിച്ച. അതല്ല എന്റെ അർത്ഥം. ഇൽമു പ്രകാശമാണ്. ഈമാന്റെ പ്രകാശം വന്ന ഈമാനെ സ്വിച്ചിട്ട് കണ്ട് ഈമാനെ സ്വിച്ചിട്ട് ഒരു ഐമാക്സ് ലൈറ്റ് കത്തിച്ചു വെക്കും മുഖത്തെന്നല്ല. ഓന്റെ മുഖത്ത് ഈമാന്റെ തെളിച്ചമുണ്ട്, ഈമാന്റെ പ്രകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഓങ്ങനെ ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ച മാതിരി അല്ലെങ്കിൽ ഐമാക്സ് ലൈറ്റ് കത്തിച്ചു വെച്ച മാതിരി ഓന്റെ അവിടുന്ന് ലൈറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാ ഈമാന്റെ ഒരാളെന്ന് വന്നാൽ പിന്നെ ആ അങ്ങാടി മുഴുവൻ പിന്നെ ഐമാക്സ് ബൾബൊക്കെ എടുത്ത് എഴുതി വെക്കലാണ് പതിവ്. ഇങ്ങനെ അർത്ഥം വെക്കുക. എന്തെങ്കിലും ഒരു 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 ആൾപ്പാർപ്പ് തലച്ചോറ്റിൽ വേണ്ട മാഷെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളൊക്കെ എന്താ ഈ ചർച്ചയായിട്ട് മുന്നോട്ട് പോകുന്ന വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്നാ. അയാൾക്ക് എന്തെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചർച്ചയായിട്ട് പോണത്. ഏതായാലും ഇൻഷാ അല്ലാഹ് സുന്നിസ പറഞ്ഞ ഇടയ്ക്ക് കണ്ട് ലൈനുമൊക്കെ കയറുന്നുണ്ട്, പിന്നെ ലൈൻ കമ്പി പൊട്ടുകയാണ് മൂപ്പര്. വിഷയമൊന്നുമില്ല. കാരണം അത്
നിങ്ങൾ പൊട്ടാതെ നിങ്ങൾക്ക് നല്ലതിലേക്ക് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടും അത്. കാരണം ഇതൊക്കെ പയ്യോളി പറഞ്ഞു കൊടുത്താണ്. കാരണം രാത്രി റസൂലുള്ള രാത്രിയല്ലല്ലോ ഹിജ്റ പോകുക, പകല് പോകൂലേ? റസൂലുള്ളാഹിനെ അപ്പൊ കാണൂലല്ലോ എന്നൊക്കെ പറഞ്ഞെടുത്ത ആരെന്നോ തനിച്ച യുക്തിവാദം പറഞ്ഞ് ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊടുത്തതാണ്. അത് വല്ല ഉസ്താദുമാര് ചെയ്തതാണ്. വഹാബ സക്കാഫി അങ്ങനെ കുറച്ച് ആളുകള് പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അതൊക്കെ സലാം ബാക്കി ഉസ്താദിന്റെ ആ ഇത് വേണം. വഫീ ലിസാനി നൂറ വഫീ സമഈ നൂറ, അല്ലേ? ഷിമാലി യമാനി, ല്ലേ? മുമ്പിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ പ്രകാശാക്കണെന്ന് പറഞ്ഞാൽ എന്താ? ല്ലേ? ആത്മീയമായ പ്രകാശം. അക്കങ്ങൾക്ക് തിരിയായിട്ടൊന്നല്ല. ഇതെന്താണ്? ഇവിടെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഹബീബിന്റെ നേര് വെളിവാകൂല എന്നുള്ള ഖുസൂസിയത്ത് ഉണ്ട്. വെളിവാകൂല എന്ന് പറഞ്ഞാൽ പിന്നെ വെളിവാകാത്തൊരു സാധനം കാണൂല എന്ന് നിങ്ങൾക്കറിയും. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടു അങ്ങനെ ആ ഇബാറത്ത് എത്ര ക്ലിയറാ നോക്കണം നിങ്ങള്. വെളിവാകൂല എന്നാ പറഞ്ഞത്, കാണൂല എന്നല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെ ആ ഇബാറത്ത് നോക്കണേ ദാറിലിന്റെ ആ ഒരു ഉസ്താദ് എനിക്ക് അടിച്ചു തരികയാണ്. വെളിവാകൂല, വെളിവായാലല്ലേ കാണുമല്ലോ, പുറത്തു വന്നാലല്ലേ കാണുള്ളൂ, പ്രത്യക്ഷത്തിൽ വരണ്ടേ, എന്നാലല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നോക്കണമെങ്കിൽ അത്ര കൃത്യമാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും മറ്റു ദിവസങ്ങളിലൊക്കെ ദാറുൽ ഹിന്ദ് കൃത്യമായി വരണം. സുന്നത്തിന് ഒരു ദിവസം പോകാൻ വേണ്ടി വന്നത്. ആ സമയത്ത് നമ്മളൊരു പിടിച്ചു കെട്ടിട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ബൈക്കിൽ വന്നത്. ഇൻഷാ അല്ലാഹ് ശരിയാവും. 2-3 ദിവസങ്ങളൊക്കെ കുറെ ദിവസം ദാറുൽ ഹിന്ദ് ആ പിടിവാശിയൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് വരികയാണെന്ന് വെച്ചാൽ ദാറുൽ ഹിന്ദ് ഒക്കെ നന്നാവും. മാറ്റങ്ങൾ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും ചില ഇത് വിരലുകൾ തമ്മിൽ അച്ചറൂടി അറിഞ്ഞില്ലേ, ആ രൂപത്തിലുള്ളൊരു നടക്കാണ്. എന്താണ് ആദ്യത്തെ ചൂണ്ടുവിരല് ഞാൻ നല്ല ഞാൻ DC അയക്കണോ? ഞാൻ DC ആയോ? ഇല്ല. സുന്നിസം നിങ്ങൾക്ക് ടൈമുണ്ട് ചിരിക്കട്ടെ. നിങ്ങളൊന്ന് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ നാളെ നല്ലൊരു ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. നാളെ നല്ലൊരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കോപ്പ് കൂട്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് സുന്നീസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്ന് കുറച്ചൊന്ന് നാളെ ആക്കാം അല്ലേ? നാളെ ആക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് നാളേക്കൊക്കെ ഒന്ന് ഒരുങ്ങി വരും. നിങ്ങൾ ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് വരണം. മറ്റെന്താന്നോ ഒരു സുഖം കിട്ടണില്ല. ഇൻഷാ അല്ലാഹ്. വഅലൈക്കും അസ്സലാം. ദാറുൽ നിങ്ങൾ ഉറങ്ങണ സമയത്ത് ഹൃദയത്തിലൊന്ന് കൈവച്ച് കാണ്ടൊന്ന് ചോദിക്കട്ടെ. അന്ന് സുന്നിസം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉറങ്ങണ സമയത്ത് നെഞ്ചത്തൊന്ന് കൈവെക്കുക. എന്നിട്ട് ചോദിച്ചിട്ട് പിന്നെ ഖുൽഹുവല്ലാഹു അഹദും അല ഫാത്തിഹയും ഖുൽഹുവല്ലാഹു അഹദൊക്കെ ഓതിയിട്ട് കടന്നാണ്ടി കേട്ടോ. ഒന്ന് ഹൃദയത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ, അള്ളാഹുവെ വലതുഭാഗത്തും ഇടതുഭാഗത്തും എന്റെ ഹൃദയത്തിലും കേൾവിയിലും കാഴ്ചയിലൊക്കെ പ്രകാശമാക്കണമെന്ന് പറഞ്ഞല്ലോ. ആ പ്രകാശം എന്താണെന്നും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കാണുന്ന കടന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഷെരീഫ് സാഹിബ് ഒരു ക്ലിപ്പൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹദ്ദാദ് ഉള്ള ഉസ്താദുമാരും മൈക്കിൽ വരണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ക്ലാസ് റൂമിനെ സജീവമാക്കുന്ന സുന്നിസത്തെ പോലെയുള്ള ഒരുപാട് ഉസ്താദുമാര് ഉസ്താദ് സുന്നിസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ആ സാമർത്ഥ്യവും കഴിവും കൊണ്ട് അദ്ദേഹം ഒരുപാട് പഠിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയും അള്ളാഹു ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ആവേശമാണ്. ARCK പിന്നെ 2-3 ദിവസമായി കണ്ടിട്ട് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉസ്താദുമാര് ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ്, MT ദാരിം ഉസ്താദ്, ഗഫൂർ അൻവരി ഉസ്താദ്, നൂർ ഫൈലി ഉസ്താദ്, ഷംസുദ്ദീൻ ഫൈസി ഉസ്താദ്, നസൂർ ഉസ്താദ്, സൽമാൻ അസരി ഉസ്താദ്, സമദ് ഫൈസി ഉസ്താദ്, അങ്ങനെ നീണ്ടുപോകുന്ന ആരെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയ പേരുകളും മറ്റാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. പിന്നെ ക്ലാസ് റൂമിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അമീർ സാഹിബ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ പ്രത്യേക 2 ആളുകൾ പറഞ്ഞെന്നുള്ളൂ. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ, സത്യസന്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമയവും സാഹചര്യവും ഒക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജോലിയിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ചർച്ചകളൊക്കെ ആയിട്ടും പോവാ. 12